ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ, ആരുടെയും പിൻബലമില്ലാതെ, പ്രത്യേകിച്ച് ഭർത്താവിന്റെ പോലും പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ, സ്വന്തം അഭിനയ ചാരുത കൊണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നവൾ. വെൽക്കം റെനാസുന. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇന്ന് കുറച്ച് ട്രോള് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ട് ചിരിച്ച് എൻ്റെ ഊപ്പാടും പരിപ്പുകളായി പോയി. റെനാസുന ബിഗ് ബോസിൽ പോയതിനു ശേഷം റെനാസുനയുടെ പേരിൽ ഇറങ്ങിയിട്ടുള്ള കുറേ ട്രോൾ വീഡിയോസ് ഉണ്ട്. അയ്യോ, ചിരിച്ചെൻ്റെ ഊപ്പാട് വന്നുപോയി. സാധാരണ റെനാസുന ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ രാവിലെ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് റെനാസുനയുടെ ഏതെങ്കിലും ഒരു ഷോർട്സ് വീഡിയോ ആയിരിക്കും കിടക്കുന്നത്. ഒന്നെങ്കിൽ അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ സാരി ഉടുത്ത് നിൽക്കുന്നതും വേറെ രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള വീഡിയോസ്. ഇപ്പം രാവിലെ യൂട്യൂബ് തുറന്നാലേ റെനാസുനയുടെ ട്രോള് വീഡിയോ ഞാൻ കണ്ട് ചിരിച്ച് എൻ്റെ ഊപ്പാടും പതയും വന്നുപോയി. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. കമൻറ്റിൽ വന്നിട്ട് കുറ്റപ്പെടുത്തും, നിങ്ങൾ എന്തിനാണ് ഈ റെനാസുനയെ ടാർഗറ്റ് ചെയ്യുന്നത്, റെനാസുനയെ ഇങ്ങനെ ഈ രീതിയിൽ റെനാസുനയെ കുറ്റപ്പെടുത്തിയിട്ട് വീഡിയോ ഇടുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ ട്രോള് വീഡിയോ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരുപാട് പേര് ട്രോള് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അവരും നമ്മളും അവർ ചെയ്യുന്ന ട്രോൾ വീഡിയോ ചിരിയിലൂടെ തമാശയിലൂടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. നമ്മളെന്താ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് അങ്ങോട്ട് പറയുന്നു, അത്രയേ ഉള്ളൂ. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പം എന്തായാലും വീഡിയോയിലോട്ട് പോവാം. കുറച്ച് ട്രോൾ വീഡിയോസൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഒരുപാടുണ്ട്, പക്ഷെ കുറച്ച് കാണിക്കാം. ഞാൻ ചിരിച്ച് എൻ്റെ ഊപ്പാടും പതയും വന്നു പോയ കുറച്ച് ട്രോൾ വീഡിയോസ്. എന്തായാലും ഈ ട്രോള് ചെയ്ത ആൾക്കാരെയൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ. അയ്യോ, എന്തായാലും ഒന്ന് കാണാം. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, എന്റെ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. അല്ലേ കലിപ്പ് തീരണില്ലല്ലേ? ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഏത് ഫയറാണെങ്കിലും തീയാണെങ്കിലും ഒന്ന് ഊതിയിട്ട് ആരാണ് സുധി? റെനാസുനയുടെ യഥാർത്ഥ ക്യാരക്ടർ വെളി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കമന്റിന്റെ അടിയിൽ പൂരാതി ചീത്ത വിളിയും പൂരാതി തെറി വിളിയും എന്ന് വേണ്ട എന്തൊക്കെ രീതിയിലാണ് ആൾക്കാർ കമന്റ് ഇടുന്നത്. എന്നിട്ട് പോലും ഇതൊക്കെ ചിരിയോടുകൂടി ഏറ്റെടുത്ത് റെനാസുന അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു കോമണറെ അല്ലെങ്കിൽ ഒരു കോമണർ ജസ്റ്റ് ഒന്ന് പ്രൊവോക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് ഉറങ്ങിയതിൻ്റെ പേരിൽ അവിടെ ഒന്ന് ഉറങ്ങി ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പൊട്ടി അങ്ങോട്ട് തെറിച്ചു. ഇങ്ങനെ ആയിരുന്നു റെനാസുന ഇവിടെ നമ്മൾ കണ്ട റെനാസുന ഇങ്ങനെ ആയിരുന്നു. ഇവരിടുന്ന കമൻ്റൊക്കെ എനിക്ക് പുല്ലാണ്, എൻ്റെ രോമത്തിൽ പോലും തട്ടുന്നില്ലെന്ന് പറയുന്ന റെനാസുന അവിടെ ചെന്നിട്ടങ്ങ് പൊട്ടി തെറിക്കുകയോ കണ്ടന്റ് കൊടുക്കാനൊക്കെ ഉണ്ട് അല്ലേ? സത്യം പറഞ്ഞാൽ അത് അഭിനയമാണ് കേട്ടോ. റിയാലിറ്റിയാണ് നമ്മൾ വെളിയിൽ കണ്ടത്, അവിടെ അഭിനയമാണ് ഇപ്പം കാണുന്നത്. അതും എന്നിട്ട് സുധിച്ച് അപ്പം ഈ അനീഷ് പറയുന്നുണ്ട്, ആരാണ് സുധിച്ചേട്ടൻ, ആരാണ് സുധി, എനിക്കറിയത്തില്ല. അയ്യോ, സമ്മതിക്കണം കേട്ടോ. അനീഷ് എല്ലാം പ്രിപ്പയർ ആയിട്ടാണ് ഇവിടുന്ന് കയറി പോയിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ആരെയൊക്കെ ചൊറിയണം. അനീഷിന് നല്ലപോലെ അറിയാം രേണു സുധിയൊക്കെ എന്തായാലും അവിടെ വരും. അപ്പം നല്ലതുപോലെ ചൊറിഞ്ഞ് നിൽക്കണം എങ്ങനെയാണെന്നൊക്കെ നല്ലപോലെ പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത്. പുള്ളി പറയാം, എനിക്ക് സുധി അറിയത്തില്ല, എനിക്ക് രേണുവിനെ അറിയത്തില്ല. ഏതെങ്കിലും ഒരു മലയാളികൾക്ക് ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോൾ രേണു ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരും. സോഷ്യൽ മീഡിയ സ്റ്റാർ ആണെന്ന് പറഞ്ഞു തരും. രേണുവിൻ്റെ റീൽസ് കാണാൻ മാത്രം ഇരിക്കുന്ന പിള്ളേരുണ്ട്, 5-6 വയസ്സുള്ള പിള്ളേർ. അതിലും വലിയ കോമഡി. അയ്യോ, എന്തായാലും അടുത്ത് നോക്കാം. കഷ്ടപ്പെട്ടത് വെറുതെ ആയി. നിങ്ങളത് നടത്തം കണ്ടോ? നടത്തം കഴിഞ്ഞിട്ട് നേരെ മേലോട്ട് വരുമ്പോൾ ഫേസിന്റെ എക്സ്പ്രഷൻ ഒന്ന് നോക്കി. അയ്യോ, ചിരിച്ചത് ഫസ്റ്റ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ചിരിച്ചെൻ്റെ ഊപ്പാട് വന്നുപോയി. ഇവർ കുറേ ഈ രേണുസുധി കുറേ വർഷം എന്നൊക്കെയാണ് പറയുന്നത്. ഏതോ ഇത് സമിതിയിലെങ്ങാണ്ട് അഭിനയം എന്തെങ്ങാണ്ടൊക്കെ കാഴ്ച വെച്ചെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കൊന്ന് അവിടെ നിന്ന് പിരിച്ചു വിട്ടേന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്ന് അവിടെ നിന്ന് അഭിനയിച്ച് അവരെ സമിതി കൂട്ടിപ്പിച്ച് കാണും. എക്സ്പ്രഷനൊക്കെ എന്തോരം എക്സ്പ്രഷനാ. അഭിനയം അറിയത്തില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അത് ഒപ്പിച്ച് പറക്കി പറ്റിച്ച് വെക്കുമില്ല. നമ്മളില്ല ഭിത്തിയിലില്ല സിമെന്റ് തേക്കാനെ കൊണ്ട് മേശിരിമാരെ എടുത്ത് ഭിത്തിയിലോട്ട് എറിഞ്ഞിട്ട് അവിടെ തേച്ച് വെക്കത്തില്ല. അതേ രീതിയിൽ അവിടെ അങ്ങ് എന്ത് കിട്ടിയാലും അതങ്ങ് പറ്റിച്ചങ്ങ് വെച്ചോളൂ. അവിടെ അടുത്ത നോക്കാം.
ചേട്ടാ ഞാൻ എത്തി. ചേട്ടാ ഇത് നമ്മളെ തുപ്പിയുടെ കൂടെയൊക്കെ, തുപ്പിയുടെ ലൈവ് ആണെന്ന്, തുപ്പിയുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം. തുപ്പിയുടെ കൂടെയൊക്കെ ഇരുന്നിട്ടുള്ള ഒരു അച്ഛനാണ്. ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ട് പുള്ളി ഇറക്കിയൊരു വീഡിയോ ആണ്, കണ്ടില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചെയ്താൽ മാത്രമേ അതിന് കുറ്റമുള്ളൂ, വേറെ ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കുറ്റമില്ലെന്ന്. ഇതാണ്, അവർ തമാശയായിട്ട് അത് ചെയ്യുന്നു, നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നു. അതാണ് ഞാനും പറഞ്ഞത്. കാരണം എല്ലാ ആൾക്കാരും കാണുന്നതെല്ലാം ചിന്തിക്കുന്നതെല്ലാം ഒരേ കണ്ണിലൂടെയാണ്. പിന്നെ ഈ ഇത്രയും കോപ്രായത്തരം, ഇത്രയും ഇതൊക്കെ കാണിച്ചിട്ട് ഇവർ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടി കിട്ടുന്നില്ല. ഇതും വല്ല മറ്റേ റോബോട്ടിക് വല്ല എയുടെ പരിപാടിയോ. പിന്നെ ഈ വോട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തതാണ് വോട്ട് പിടിക്കുന്നത്. ഞാൻ ആ വീഡിയോ ഞാൻ ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത്, ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ യൂട്യൂബിൽ ഇവർ അപ്ലോഡ് ചെയ്തപ്പോഴാണ്, രേണുവിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. ഞാൻ അതുവരെ വീഡിയോ ചെയ്തിരുന്ന കാര്യം എന്ന് അറിയോ, ഞാൻ വിചാരിച്ചത് വെച്ചെങ്ങാണ് ഇറക്കിയേക്കുമായിരിക്കും. അല്ലാതെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ ഫസ്റ്റ് വീക്ക് തന്നെ എലിമിനേഷൻ വരുമ്പോഴത്തേക്ക് അത് സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞാണ് എല്ലാവരും വീഡിയോ ഇടുന്നത്. ഇതെന്താണ്, ഫസ്റ്റ് വീക്ക് എലിമിനേഷനിൽ ഞാൻ വന്നിട്ടുണ്ട്, എനിക്ക് വോട്ട് തരണം. ഫസ്റ്റ് വീക്ക് എലിമിനേഷനിൽ ജസ്റ്റ് ഒന്ന് ഞാൻ എലിമിനേഷനിൽ വന്നിട്ടുണ്ട്, ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞാൽ ഓക്കെ, അത് അംഗീകരിക്കാം. നോർമലി എല്ലാവരും ചിലപ്പോൾ മുമ്പ് കൂട്ടി അങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടൊരു 3-ാം വീക്കോ 4-ാം വീക്കോ കൊണ്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് വീക്ക് തന്നെ എലിമിനേഷനിൽ വന്നിട്ടുണ്ടേ. എന്തോ കോമഡി. അപ്പോൾ ഈ അച്ചായനും ട്രോളിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ ഇതൊക്കെ കാണും. ഇനി അടുത്തത് നമ്മൾ അഖിൽ NRD, പുള്ളിക്കാരന് ഒരു ട്രോൾ വീഡിയോ ഇറക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ട് ചിരിച്ച് എൻ്റെ ഊപ്പാടും പരിപ്പുകളായി പോയി. എന്തായാലും അത് കാണുന്നുള്ളവർക്ക് അഖിൽ NRDയുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, പോയി കാണുക. നല്ല രസമുണ്ട് കേട്ടോ ആ ട്രോള്. അപ്പം അതും ചെറിയൊരു 1-2 പാട്ട് രണാസുനയുടെ മാത്രം ഞാൻ ഇവിടെ കാണിക്കാം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ, ആരുടെയും പിൻബലമില്ലാതെ, പ്രത്യേകിച്ച് ഭർത്താവിന്റെ പോലും പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ, സ്വന്തം അഭിനയ ചാരുത കൊണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നവൾ. വെൽക്കം രണാസുന. വെൽക്കം രണാസുന. മോളെ അത്രയ്ക്ക് ബഹുമാനമൊന്നും വേണ്ട കേട്ടോ, എന്നെ കുറച്ച് കുറയ്ക്കും. ആരാ മോളെ, ലൈറ്റ് മാസുനിയാണോ? അല്ല, ആകാശത്തിരിക്കുന്ന സുനി. മോനെ രണ്ടുപേർക്കൂടെ പോകാൻ പറ്റത്തില്ല, ഒരാൾക്കേ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്പൊ നമ്മുടെ രണാസുനയുടെ ഒരു വീഡിയോ വന്നിട്ട് നമുക്ക് ഒന്ന് കാണാം. മോള് വരുന്നതിന് മുമ്പുള്ള ചെറിയൊരു വീഡിയോ. ഇത് എന്റെ സുനിച്ചേട്ടന്റെ പെട്ടിയാണ് കേട്ടോ, ഞാൻ ഇതുകൊണ്ടാ ഇടിവാസിലോട്ട് പോന്നെ. പിന്നെ എന്റെ സുനിച്ചേട്ടന്റെ ടീഷർട്ട് ഇതുവരെ കഴിയിട്ടില്ല, പുള്ളിയുടെ മണം മാറാതിരിക്കാൻ വേണ്ടി ഇതിട്ടോണ്ട് വേണം അവിടെ ഒന്ന് നടക്കണം. എന്റെ സുനിച്ചേട്ടന്റെ ഓർമ്മകൾ കാണണം. ഇത് സുനിച്ചേട്ടന്റെ തോർത്ത്, ഇതിലും കുറെ ഓർമ്മകളുണ്ട്, കുറെ മൂക്കൾ പിഴിഞ്ഞിട്ടുള്ളോ ചേട്ടൻ. കേട്ടല്ലോ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ, സ്വന്തം ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ടും ഇല്ലാതെ കൂടെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ എന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തോ സംഭവം. അയ്യോ, ഇത് കണ്ടെൻ്റെ ചിരിച്ച് ഊപ്പാടും. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത്, അപ്പം ഇതൊക്കെ കറക്റ്റ് അത് ബിഗ് ബോസ് കാണിച്ച സംഭവം തന്നെ. ഇത് ബിഗ് ബോസ് രേണുസുതി എൻട്രി കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവത്തില്ല. നേരെ എൻട്രി കാണിക്കുന്നു, അത് കഴിഞ്ഞ് ലാലേട്ടൻ പറയുന്നു രേണുവിൻ്റെ ഒരു വീഡിയോ കണ്ട് കളയാന്ന് പറഞ്ഞു വീഡിയോട്ട് പോകുന്നു. ആദ്യം പോകുന്ന തന്നെ സുധിച്ചേട്ടൻ്റെ ഒരു ബാഗും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ സുധിച്ചേട്ടൻ്റെ ബാഗാണ്, ഈ ബാഗ് കൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോകും, അല്ലാതെ എന്നെ കൊണ്ടുപോകാൻ നോക്കണ്ട, ഞാൻ വരത്തില്ല. എനിക്ക് അവിടെയും സപ്പോർട്ടും വോട്ടും വേണമെങ്കിൽ എനിക്ക് ഈ ബാഗ് കൊണ്ടേ പോയി പറ്റുമെന്നുള്ളൊരു ധാരണയിൽ ഒരു മുമ്പേ എടുത്തൊരു പ്രതിജ്ഞയിലാണ് ആ വീഡിയോ തന്നെ തുടങ്ങുന്നത്. അപ്പം അവിടെ ഒരു കാര്യം മറന്നുപോയി, പെർഫ്യൂം. അത് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, ഇനി വിട്ടുപോയതാണോ അത് ഇനി പെർഫ്യൂം തീർന്നു പോയോണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അത് കൊണ്ടുപോയിട്ടില്ല. അല്ലെങ്കിൽ ഈ എൻട്രിക്ക് മുമ്പ് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്, കൊല്ലം സുധിയുടെ പെർഫ്യൂം അവിടെ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയിട്ട് ആ പെർഫ്യൂം വെച്ചൊരു കണ്ടന്റ് തന്നെ അങ്ങോട്ട് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് പെർഫ്യൂം അല്ല, ബാഗായിപ്പോയി. എന്തായാലും അവിടെയും സുധിച്ചേട്ടനുണ്ട്. ഇപ്പം ഇവർ രണ്ടുപേരാണ് ബിഗ് ബോസിൻ്റെ അകത്ത്. ഒന്ന് സുധിച്ചേട്ടൻ്റെ ആത്മാവും ഒന്ന് രേണു സുധിയും. എന്തായാലും കൊള്ളാം. പിന്നെ കാണിച്ച ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ, സുധിക്ക് വെച്ച് കൊടുത്ത വീടേ ആ പരിസരത്ത് കണ്ടില്ല നമ്മൾ, അല്ലേ? ആ വീഡിയോയിൽ നമ്മൾ വീട് കണ്ടില്ല, നേരെ വാടക വീട്ടിൽ പോയി വാടക വീടാണ് കാണിക്കുന്നത്. അവിടുന്ന് അപ്പോഴും കോമഡി നോക്കിക്കണോ,
കൊല്ലം സുധിയുടെ വീട്ടിൽ ഇവിടെ ഫിറോസൊക്കെ വെച്ചു കൊടുത്ത വീട്ടിൽ വെച്ചിരുന്ന ഫോട്ടോ ഉണ്ടല്ലേ, വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ആ ഫോട്ടോയും പൊക്കി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒരു ആണി അടിച്ച് അങ്ങ് തൂക്കിയിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്ന് അങ്ങോട്ട് പറയൊക്കെ അങ്ങോട്ട് തുടങ്ങി. അപ്പം വീട് കാണിക്കാത്തതിന്റെ ഇത് വേറൊന്നുമല്ല, ഇനി അങ്ങനെയെങ്കിലും കുറച്ച് സിമ്പതി കണ്ടിട്ട് വാടക വീട്ടിലാണ് ഇപ്പോഴും കിടക്കുന്നതെന്ന് കാണിച്ചിട്ട് കുറച്ച് വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് നോക്കിയെന്നാണ് എനിക്ക് തോന്നിയത്. പുതിയ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി ആരും ചിലപ്പോൾ വോട്ട് കൊടുത്തില്ലെങ്കിലോ. എന്തായാലും കോമഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു വീഡിയോ കൂടെ കാണാം നമുക്ക്. ഹായ്, ആരാ? എന്നെ അറിയത്തില്ല, റെനാസുന. ഇപ്പോഴത്തെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെൻസേഷൻ. അതാരാ? സുനിച്ചേട്ടനെ അറിയത്തില്ല? സുനിച്ചേട്ടന്റെ ഭാര്യ. എനിക്കങ്ങും അറിയത്തില്ല. എനിക്ക് ഞാൻ ആരാന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോഴാ രണാസുന. പറയാനുണ്ട്. എന്ത് പറ്റി? നിങ്ങൾ തന്ന വീട് ഞങ്ങൾക്ക് പന്ന വീടാണ്, പന്ന വീട്. എന്താ കാര്യം? ഫുള്ള് ചോർച്ച, ഈ വീട് മൊത്തം ചോർച്ചയാ. പന്ന വീട് കണ്ട്, പന്ന വീട്. രണാസുന, ആദ്യം ഷവറിന്റെ ഫ്രണ്ടിൽ നിന്നും മാറി നിൽക്കൂ. അതെ സുന ചേച്ചി, ആ റാംവാക്ക് നടത്തിയ ഒന്നുകൂടെ ഒന്ന് കാണിക്കാവോ? എന്റെ ഫാനാ തോന്നുന്നു. പുളകം കൊള്ളാനും കണ്ട കൊള്ളിക്കാം. അതെ, വേറൊന്നുമല്ല. 2 ദിവസമായി വയറ്റിൽ നിന്ന് പോയിട്ട് ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോയിരുന്ന ഷടേന്ന് പറഞ്ഞങ്ങ് പോകും. അതുകൊണ്ടാ. ശരി എന്നാലേ. ഈ വയറ്റിന്ന് പോകുന്നൊരു കേസ് പറഞ്ഞല്ലോ, ഈ എക്സ്പ്രഷനൊക്കെ കണ്ടാലേ എനിക്ക് വയറ്റിന്ന് പോകുന്നു സംഭവം ശരിയാണെന്ന് തോന്നുന്നു. ഇവർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇവരൊരു ഫ്രണ്ട് വിളിച്ചിട്ട് ബാത്റൂമിൽ കയറിയിരിക്കുന്ന സമയത്ത് അപ്പുറത്തങ്ങാണ്ടിരുന്ന ഒരാള് ഇവർ ഇന്റർവ്യൂ എടുത്ത് വെച്ച് കേട്ടോണ്ടിരിക്കുന്നു. അപ്പം അതിനകത്ത് രേണു സുധിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ വിളിച്ച് പറഞ്ഞെന്ന്, ഞാനിവിടെ ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് രേണു ചേച്ചിയുടെ സൗണ്ട്, ഇന്റർവ്യൂ എടുക്കുന്ന സൗണ്ട് ഞാൻ ബാത്റൂമിൽ അപ്പുറത്തിരുന്ന കേട്ട് ഞാൻ വിചാരിച്ചത് രേണു ചേച്ചി ആയിരിക്കുന്നു. അപ്പം ഇതിലൂടെ അത് ക്ലിയർ ആണ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് മുമ്പത്തെ ഇതിൽ. ക്ലിയർ ആണ്, ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഷടേന്നങ്ങ് പൊയ്ക്കോളൂ. പിന്നെ ബിഗ് ബോസ് ചോരുന്നെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇനി എപ്പോഴെങ്കിലും രേണു സുധീനെ അവിടെ നിന്ന് ഇറക്കി വിടുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എയർപോർട്ടിൽ കാല് കുത്തുമ്പോഴേ മീഡിയക്കാരെ മുമ്പിൽ പറയുന്നത്. എന്നാലും ആ സമയത്ത് കുറേ മീഡിയക്കാരൊക്കെ പോകുമല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചുകൊണ്ട്. ആ സമയത്ത് രേണു സുധി ആദ്യം പറയുന്നത്, ബിഗ് ബോസ് മൊത്തവും ചോരുന്നതായിരുന്നു. ബിഗ് ബോസ് ചോർന്നിട്ട് എൻ്റെ തലയിൽ കൂടെയൊക്കെ കല്ലും മണ്ണും അതുപോലെ വെള്ളവും വന്ന് വീണ് ഞാൻ അവിടെ കടന്നത് വെള്ളപ്പൊക്കത്തിന്റെ നടുക്കാണ് കടന്നതെന്നെല്ലാം പറഞ്ഞിട്ട് എന്തായാലും പറയും. എന്തായാലും ബിഗ് ബോസ് വീട്ടിനെ പറ്റിയിട്ട് രേണു സുധി കുറ്റം പറഞ്ഞിരിക്കും. അത് 100% ഉറപ്പിച്ചോ. എന്തെങ്കിലും പറയും. ഒന്നെങ്കിലും പറയും AC കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ പറയും മേൽക്കൂര ചോരുന്നു, അല്ലെങ്കിൽ പറയും അവിടെ മൂട്ടയുണ്ടായിരുന്നു. നോക്കിക്കോ, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. മൊത്തം ബിഗ് ബോസ് വീട്ടിൻ്റെ കുറ്റങ്ങളായിരിക്കും രേണു സുധി ഇനി പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് ട്രോൾ വീഡിയോസ് എന്ന് പറഞ്ഞ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് കിട്ടും. നിങ്ങൾക്ക് ചിരിക്കാൻ, എല്ലാം മറന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ട്രോൾ വീഡിയോ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫണ്ണായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യൂ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടെ ഒന്ന് ക്ലിക്ക് കൊടുത്ത് വെറുതെ അങ്ങ് വിട്ടേരെ. അപ്പം see you.